എല്ലാവരും നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ എല്ലാം കാണുന്നുണ്ട് അല്ലേ? കണ്ട് അതുപോലെ പറഞ്ഞിട്ടുള്ള പ്രകാരം ചെയ്യുക കേട്ടോ. പാക്കാണെങ്കിലും ഓയിലാണെങ്കിലും ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ജ്യൂസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു ദിവസം എണീറ്റാൽ എന്താ കഴിക്കുന്നത് രാവിലെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്കയുടെ ജ്യൂസ് കിട്ടും. നെല്ലിക്ക ജ്യൂസ് ഒരു 15 ml എടുക്കും. പിന്നെ അലോവേരയുടെ ജ്യൂസ് കിട്ടും. നമുക്ക് ഉണ്ടാക്കാം, അല്ലാതെ റെഡിമെയ്ഡ് ആയിട്ട് വേണമെങ്കിൽ റെഡിമെയ്ഡ് കിട്ടും. അതൊരു 15 ml എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് രണ്ടും കൂടി കുടിക്കും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു സ്പൂൺ തേൻ ചേർത്ത് കഴിക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട്, ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു സ്പൂൺ തേനും ചേർത്തിട്ട് കഴിച്ചിട്ട് നമ്മളെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാലോ, ഒരുപാട് വിറ്റാമിൻസ് എല്ലാം ഉള്ളതാണ് കേട്ടോ. ഇത് രക്തശുദ്ധിക്ക് നല്ലതാണ്, രക്തസ്രാവത്തിന് നല്ലതാണ്. അമിതവണ്ണം ഉള്ളവര്, വയറൊക്കെ വണ്ണം വെച്ചുള്ളവർക്കൊക്കെ ഇത് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമുക്ക് വയറിന്റെ കട്ടിപ്പൊക്കെ മാറും. കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മളെ ശരീരത്തിനുള്ളിലുള്ള നീർക്കെട്ട് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പം പല ഉപയോഗങ്ങളാണ് ഇതിനുള്ളത്. മോഷനാണെങ്കിൽ ശരിയാവും. ഇതിന്റെ ഫൈബർ ഉള്ള കാരണം മോഷൻ പോവാതിരിക്കുന്നവർക്കാണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ പോകും കേട്ടോ. ഫൈബർ ഉണ്ട് ഇതിനകത്ത്, വിറ്റാമിൻ ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കേട്ടോ. ഇത് നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കാം. ഇനി ഇതിന്റെ പുറം തോട് ഉണക്കി കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട്. കുമ്പളങ്ങ തോട് കൊണ്ടാട്ടം. കുമ്പളങ്ങ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ കറികൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് നമ്മള് അപ്പൊ ഞാൻ ഈ നെല്ലിക്കയുടെ ജ്യൂസും ആംലയുടെ ജ്യൂസും കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ നെല്ലിക്ക എന്ന് പറയുന്നത് പ്രതിരോധ ശക്തി, നമുക്ക് പെട്ടെന്നൊന്നും അസുഖങ്ങൾ പിടിക്കില്ല, റെസിസ്റ്റൻസ് പവർ എന്ന് പറയും. അപ്പൊ നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നതോടുകൂടി നമുക്ക് ആ റെസിസ്റ്റൻസ് പവർ കിട്ടും. പിന്നെ കൂടാതെ അയൺ ഉണ്ട് അതില്. അപ്പൊ നമുക്ക് കുറവുള്ള അയൺ എല്ലാം, മുടി കൊഴിച്ചിലിന് പ്രശ്നമാവുന്ന അയൺ കുറവുള്ളതെല്ലാം നമുക്ക് നികത്താൻ പറ്റും. അലോവേര ആണെങ്കിലും ഇതുപോലെ മുടി കൊഴിച്ചിലിന് നല്ലതാണ്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഒരു കസിൻ പുറത്താണ് വർക്ക് ലീവിന് വന്നപ്പോ എന്നോട് പറഞ്ഞു മുടിയൊക്കെ ധാരാളം കൊഴിഞ്ഞു പോണു ഭയങ്കര വിഷമം. അപ്പോ ഞാൻ പറഞ്ഞു ഒരു 2 ആഴ്ച ഞാൻ തന്നെ കൊടുത്തോണ്ടിരുന്നു. രാവിലെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്തോണ്ടിരുന്നു. 2 നേരം കഴിച്ചാൽ അത്രയും നല്ലതാട്ടോ. ഈ 15 ml വീതം നെല്ലിക്ക ജ്യൂസും ആംല ജ്യൂസ്, ആംല ജ്യൂസ് എന്ന് പറയും, നെല്ലിക്ക ജ്യൂസ്, കൂടാതെ അലോവേര, കറ്റാർവാഴ, ഇത് മിക്സ് ചെയ്തിട്ട് 15 ml വീതം മിക്സ് ചെയ്തിട്ട് 30 ml ആക്കി കൊടുക്കും. 2 നേരം കൊടുക്കും, രാവിലെയും കൊടുക്കും, രാത്രി കിടക്കാൻ നേരത്തും കഴിക്കുകയാണ് നല്ലതാണ് കേട്ടോ. അത് 2 ആഴ്ച ഇങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോ തന്നെ എന്നോട് പറഞ്ഞു ഇപ്പൊ വളരെ മാറ്റമുണ്ട്, മുടി കൊഴിച്ചില് ഇപ്പൊ ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടി പുള്ളിക്ക്. എന്നിട്ട് പുള്ളി പോകുന്ന സമയത്ത് ഇതുപോലെ 4-5 ബോട്ടിൽ രണ്ടും മേടിച്ചു കൊണ്ടുപോവുക ചെയ്ത്. അത്രയ്ക്ക് റിസൾട്ടാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെല്ലിക്ക ജ്യൂസും അലോവേര ജ്യൂസും കഴിക്കാൻ പറയുന്നത്. പിന്നെ അതൊരു ജനറൽ ഹെൽത്ത് ടോണിക് പോലെയാണ് കേട്ടോ. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം മാറും ഇത് കഴിക്കുമ്പോൾ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ,
നല്ലതാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കാണെങ്കിലും അത് ഷുഗർ കുറയും ഈ നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നതോടുകൂടി കേട്ടോ. നമ്മുടെ ക്ഷീണമൊക്കെ മാറും. അതാണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ ഒഴിച്ച് ചെറുനാരങ്ങ നീര് കുടിക്കുന്നത് അതും ഇതുപോലെ നമുക്ക് ക്ഷീണം മാറാനാണ് കേട്ടോ. ഓരോന്നിനും ഓരോന്നിൻ്റെത് ഗുണങ്ങളുണ്ട്. അത് കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ കുമ്പളങ്ങ ജ്യൂസ്. ഈ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുമ്പോൾ അരിച്ചെടുത്ത് കഴിക്കാം, അല്ലാതെയും കഴിക്കാം. ഞാൻ അരിക്കാതെ കേട്ടോ കഴിക്കുന്നത്. കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഷുഗർ കുറയുന്നത് കൊണ്ട് കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറവ് ഷുഗർ ഉള്ളവരാണെങ്കിൽ അല്പം പഞ്ചസാരയോ തേനോ ചേർത്ത് കഴിക്കാം കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് ആണെങ്കിൽ വെറുതെ കുടിക്കാം. അല്പം അതില് ചെറുനാരങ്ങ നീര് കൂടി ചേർക്കണം കേട്ടോ. ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്തിട്ട് വേണം കഴിക്കാൻ. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. മുറിച്ചിട്ട് നമ്മൾ ജാറിലിട്ട് അരച്ചുകൊണ്ടുവരണം. അപ്പൊ ഇതാണ് കേട്ടോ അരച്ചെടുത്ത കുമ്പളങ്ങ. അരിച്ചെടുത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ അരച്ചെടുക്കയത്. കുഞ്ഞു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരച്ചെടുത്തു. ഇത് നമ്മൾ ശരിക്കും ഈ കുമ്പളങ്ങയിൽ 95-96% ജലാംശമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ വേഗം അരച്ച് കിട്ടും കേട്ടോ. ഇതിങ്ങനെ അരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പകുതി ചെറുനാരങ്ങ ഉണ്ട്, പകുതി ചെറുനാരങ്ങ അത് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇളക്കിയിട്ട് കുടിക്കുക. ഇതിന് ഫൈബർ ഉണ്ട്. അപ്പൊ നമ്മള് ഒന്നും തന്നെ കളയണമെന്നില്ല. ഇനി ഇളം കുമ്പളങ്ങയാണെങ്കിൽ കുരു പോലും കളയണ്ട കേട്ടോ. അങ്ങനെ തന്നെ കഴുകി കഷ്ണങ്ങളാക്കി അരച്ചെടുക്കാം. ഇടയ്ക്ക് ഓരോ കടിയൊക്കെ കടിക്കാം കേട്ടോ. നമ്മൾ കുടിക്കാനൊക്കെ എളുപ്പം. ഞാൻ ഈ ചെയ്യുന്നത് മുഴുവനും കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാവരുത്. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ആ വീഡിയോയിൽ നോനിയുടെ കാണിച്ചു, നോനിപ്പഴം. അത് ഞാൻ ശരിക്കും കാണിച്ചിട്ട് പറഞ്ഞു തരും ചെയ്തു. തലോട്ടിലും തലമുടിയിലൊക്കെ പരത്താനാണ് കേട്ടോ. അപ്പൊ പിന്നീട് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഇത് നമുക്ക് ഇതുപോലെ കുടിക്കാം. ഇത് നമ്മളെ ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇതിന് നീരെടുക്കാം കേട്ടോ. നീരെടുത്തിട്ട് നമ്മൾ ഇരട്ടി മധുരം, അതുപോലെ മുൾത്താനി മട്ടി, അല്പം പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് നമുക്ക് പാക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഈ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അത് പോകും. മുഖത്ത് വരുമല്ലോ കുരുക്കളൊക്കെ വന്നിട്ടുള്ള പാടുകളാണെങ്കിൽ പോകും. പാക്കായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. അങ്ങനെ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചു. എല്ലാവരും കുടിച്ചു നോക്കൂ കേട്ടോ. നല്ലതാണ്. ശരീരത്തിന് പല പല ഗുണങ്ങളാണ് ഇതിനുള്ളത്. നമ്മൾ അറിയാതെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാം കുമ്പളങ്ങ. വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നല്ലത് വരട്ടെ എല്ലാവർക്കും.